മുസ്ലിമീങ്ങളുമായിട്ട് കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു കാഫിറിനെയാണ് കൊല്ലുന്നതെങ്കിൽ പോലും അവന് ലഭിക്കുന്ന ശിക്ഷയാണ്. സ്വർഗത്തിന്റെ അയലത്തേക്ക് വരാൻ ചെയ്യാൻ പറ്റൂല, അവനെത്താൻ സാധിക്കില്ല. ഹാദിഹി ഉഖൂബത്തു ഖാതിലി അദുവില്ല, അള്ളാഹുവിന്റെ ശത്രുവിനെ കൊന്നവന്റെ ശിക്ഷയാണിത്. കാഫിർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ശത്രുവാണ്, അള്ളാഹുവിന് തീരെ ഇഷ്ടമില്ലാത്ത വെറുപ്പുള്ളയാളാണ്. പക്ഷെ മുഅ്മിനീങ്ങളുമായിട്ട് അവനെന്തുണ്ട്? ഒരു ഉടമ്പടിയുണ്ട്, സമാധാന കരാറുണ്ട്. അങ്ങനെ ആ സമാധാന കരാറിലുള്ളപ്പോ ഒരു കാഫിറിനെ, സമാധാന കരാറിലാണെങ്കിൽ തന്നെ അള്ളാഹുവിന്റെ ശത്രുവാണ് ആര്? കുഫർ ചെയ്യുന്നവൻ. അപ്പൊ അവനെ കൊന്നവന്റെ ശിക്ഷയാണിത്. എങ്കിൽ ഫകൈഫ ഉഖൂബത്തു ഖാതിൽ അബ്ദിൽ മുഅ്മിൻ, മുഅ്മിനായ അള്ളാഹുവിന്റെ അടിമയെ കൊല്ലുന്നവന്റെ അവസ്ഥ എന്തായിരിക്കും? വഇദാ കാനത് ഇംറഅത്തുൻ ഖദ് ദഖലത്തിൻ നാറ ഫീ ഹിർറത്തിൻ, ഒരു സ്ത്രീ ഒരു പൂച്ചയുടെ വിഷയത്തിൽ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടുവെങ്കിൽ ഹബസത്ഹാ ഹത്താ മാത്, ആ പൂച്ചയെ കെട്ടിയിട്ടു, അങ്ങനെ അത് മരിച്ചുപോയി. ജൂഅൻ വഅത്ഷൻ, വിശപ്പ് കൊണ്ട് ദാഹം കൊണ്ട്. ഫറആഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിന്നാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീ അവിടെ കണ്ടു, നരകത്തിൽ കണ്ടു. വൽ ഹിർറതു തഖ്ദിഷുഹാ ഫീ വജ്ഹിഹാ വസദ്രിഹാ, ഈ പൂച്ച ആ സ്ത്രീയുടെ മുഖവും മാറുമെല്ലാം വലിച്ചു കീറിക്കൊണ്ടിരിക്കുകയാണ്. ഫകൈഫ ഉഖൂബത്തു മൻ ഹബസ മുഅ്മിനൻ ഹത്താ മാത ബിഗൈരി ജുർമിൻ, അപ്പോ ഒരു വിശ്വാസിയായ മനുഷ്യൻ ആരെങ്കിലും തടവിൽ പാർപ്പിച്ചുകൊണ്ട് അവനെ കൊന്നാൽ അവന് ലഭിക്കാവുന്ന ശിക്ഷ എത്ര കാഠിന്യമേറിയതാണ്. وفي بعض السنن عنه صلى الله عليه وسلم لزوال الدنيا أهون على الله من قتل مؤمن بغير حق, ലോകം തന്നെ നശിപ്പിക്കപ്പെടുന്നതാണ്. ഒരു മുഅ്മിനായ മനുഷ്യനെ കൊല ചെയ്യപ്പെടുന്നതിനേക്കാൾ അള്ളാഹുവിന് എളുപ്പമുള്ള കാര്യം എന്താണ്? ലോകം തന്നെ നശിച്ചാലും അത് വളരെ നിസ്സാരമാണ്. പക്ഷെ ഒരു മുഅ്മിനിന്റെ കൊലപാതകം എന്ന് പറയുന്നത് ലോകം മുഴുവനും നശിക്കുന്നതിനേക്കാൾ എന്താണ്? ഗൗരവമേറിയതാണ് എന്ന് ചില സുന്നനുകളിൽ വന്നിട്ടുണ്ട്.